ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അത് ഫുള്ളായിട്ടല്ല കേട്ടോ, കുറേ അടിപിടി എല്ലാം കട്ടായി പോയിട്ടുണ്ട്. അപ്പം ഉള്ളത് കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത ലഞ്ചും സ്നാക്കും അങ്ങനെയെല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നത്. ലഞ്ചല്ല, സോറി, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോയാലോ? ഞാൻ എപ്പോൾ വിചാരിക്കും കേട്ടോ, 5 മണിക്ക് ഞാൻ എണീക്കുന്ന ടൈമിനെല്ലാം വീഡിയോ എടുക്കാന്ന്. അത് ഞാൻ കുറേ വീഡിയോ എല്ലാം കാണലുണ്ട്, പക്ഷേ മറന്നു പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരിക. അതുകൊണ്ട് തന്നെ മക്കൾ മദ്രസയിൽ പോകുന്ന ടൈമാണ്. ഇന്ന് നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇന്നല്ല, വീഡിയോ എടുത്തത് ഞാൻ ഇന്നലെയാണ്. അപ്പം നല്ല മഞ്ഞുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ മൂടി പിടിച്ച് കിടക്കുന്നത്. ഇത് 6:30 മണിയാണ്. അമ്മനെ മദ്രസയിൽ പോയിട്ടുണ്ട്. ഇനി ഇവർ പോകേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നിട്ടുണ്ട്. ചായയും ബിസ്ക്കറ്റെല്ലാം കഴിക്കുന്നുണ്ട്. സാധാരണ പർദ്ദയാണ് മദ്രസയിൽ പോകുമ്പോൾ ഇടയിൽ. പക്ഷേങ്കിൽ ഇവർക്ക് 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സ്കൂള്. അപ്പോൾ തീരെ ടൈം ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ യൂണിഫോം ഇട്ടിട്ടാണ് ഇവർ പോവുക. നല്ലത് വെച്ചിട്ട് വളഞ്ഞ വഴി തിരഞ്ഞെടുക്കുമെന്ന് അറിയില്ല. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈസി ആയിട്ട് ഇതിലൂടെ വരാം. അതുകൊണ്ട് തന്നെ ചെറിയൊരു റോഡും പിന്നെ വീതിയുള്ള റോഡുണ്ട്. ഈ റോഡിലൂടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് മദ്രസയിൽ കൊണ്ടാക്കാൻ കൂട്ടുകയും ചെയ്യുക. പിന്നെ വേറെ വഴി ചുറ്റിപ്പോണം. അതിലും നല്ലത് ഇതിലൂടെയാണ്. ഇനി ഞാൻ നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നാടൻ ഭാഷയെ പറയാന്ന് വെച്ചാൽ ഞാൻ നേരെ വണ്ടി എടുത്ത് പാഞ്ഞിട്ട് പുരയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ? നമ്മളെ മലബാർ ഏരിയയിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സുലൈമാനി കട്ടൻ ചായയും അതിൻ്റെ കൂടെ ക്രാക്ക് ജാക്കിന്റെ ബിസ്ക്കറ്റും പിന്നെ നമ്മളെ പഴം പഴുത്തിട്ടുണ്ട്. അതും 2 എടുത്ത് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് പാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചെറിയ മോളെ എണീപ്പിച്ചിട്ടേ ഇല്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഓളെ എണീപ്പിക്കണം. 10 ചുടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. ഇതിൽ മുന്നേ ഈ സെയിം റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ ഇടാം. ഐ ബട്ടൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ തൊട്ട് മേലെ ഒരു കണ്ണിൻ്റെ പിക്ചർ ഉണ്ടാവും. അതിൽ ഓരോ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ഒരു 5 വീഡിയോസ് ഞാൻ അങ്ങനെ ഇടും. കൂടുതലായിട്ട് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇടുക. ആമീസിൻ്റെ പൊടി കൊണ്ടാണ് ഞാൻ പരുത്തിപ്പത്തിൽ ചുടുന്നത്. ഇത് ചിലർ ഒറോട്ടിന്നെല്ലാം പറയും. ഞാൻ കൂടുതലായിട്ട് ഇതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കല്. പിന്നെ ഇവർക്ക് ലഞ്ചിന് ഇന്നൊന്നും കൊടുക്കണ്ടേയില്ല. കാരണം സ്കൂളിൽ ക്യാൻറ്റീൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ആദ്യം ഞാൻ ഓഫീസിൽ പോയിട്ട് പേ ചെയ്യലേനും ഇന്ന് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ 8:30 മണിയുടെ മുന്നേ മിസ്സിനോട് പറഞ്ഞിട്ട് പേ ചെയ്യലേനും. പക്ഷേ ഇപ്പം അതൊന്നും ചെയ്യേണ്ടിയില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. തലേന്ന് തന്നെ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് പിറ്റേന്ന് ഞാൻ മിസ്സിനോട് പറയല ഇപ്പം ചെയ്യല്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്പാണ്. അത് ഓഫീസിലൊന്നും പോകേണ്ടിയില്ലല്ലോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് സ്നാക്സ് ബോക്സ് റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് മൈൻഡ് തോന്നിയതാണ്. 4 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ചില്ലി ഫ്ലെക്സിലെ, അതായത് ഉണക്ക് കൈമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് തീരെയില്ല, തീർന്നു പോയിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൽ കുനുകുനാന്നറിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് പച്ചമുളക് ഇടലേ ഇല്ല. വലിയ ആൾക്കാണെങ്കിൽ പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്, വെരി ടേസ്റ്റിയാണ്. അങ്ങനെ ഞാൻ പലതും പറയട്ടാ, എൻ്റെതായ റെസിപ്പി ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കല്ലേ. അതേപോലെ വീഡിയോ എടുക്കാൻ ഈ ഒരു കത്തി എടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു കത്തിയാണ്. ഇത് കാണാൻ മുഞ്ചില്ല, മറ്റേത് മുഞ്ചുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഏറ്റവും മൂർച്ചുള്ളത് ആ ഒരു ബ്ലാക്ക് കളറിലെ കത്തിയാണ്. ചെടപെടാന്ന് മറ്റു പണിയെടുക്കുന്ന സമയത്ത് ആ ഒരു കത്തി ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് മറ്റേതാണ് ഉപയോഗിക്കുക. കാരണം വേഗം അരിഞ്ഞിടാൻ പറ്റും. മറ്റേത് കുറച്ചൊന്ന് മൂർച്ച കുറവാണ്, അതൊന്ന് വെപ്പിക്കണം. കുറേ ആയി ഞാൻ വാങ്ങിച്ചിട്ട് 3 എണ്ണം, പിങ്കും ബ്ലൂ പിന്നെ ഈ ഒരു കളറ് ഒരുമിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിനും. പിന്നെ നമ്മുടെ പരുത്തിപ്പത്തിൽ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കടുകും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഞാൻ താളിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ കറി, ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞു പോവാണ്ട് പീസ് പീസായിട്ടാണ് ഇതിലുള്ളത് കേട്ടോ. എന്നാ ഉണ്ടാക്കുമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു കറിയാണ്. ഇത് പുട്ടിനെല്ലാം സൂപ്പറാണ്. ഇതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയിട്ടാണ് ഞാൻ എപ്പോൾ ഉപയോഗിക്കല്. മുട്ട പുഴുങ്ങിയിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കും കേട്ടോ. അപ്പം പ്രോട്ടീനും ഇതിൽ അടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ അമനും ചെറിയ മോക്കും ഞാൻ 10 കൊടുക്കുന്നുണ്ട്. ചെറുതിന് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടാണ് 10 കൊടുത്തിട്ടുള്ളത്. ബാക്കി 2 മക്കളെയും ഇനി കൂട്ടാൻ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ അവരെ കൂട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട ഓംലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാനും എൻ്റെ അടുത്ത് ഒരു 2-3 കൊല്ലമായ. ഇത് റോൾഫോർഡിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഞാൻ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുട്ട ഓംലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മൈൻഡ് തോന്നിയതാണ്. എന്നിട്ട് ഞാൻ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ഇന്ന് ഡേറ്റ് തീരും, അതുകൊണ്ട് തന്നെ ഇന്ന് ഉപയോഗിച്ചങ്ങ് തീർക്കാം. പിന്നെ ഇവർക്ക് സ്നാക്ക് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഇനി ഈ ബ്രെഡിന്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പണിയെല്ലാം സാധാരണ അമനാണ് ചെയ്യുക. ഓനിക്ക് ഇങ്ങനത്തെ സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. മുട്ട ബുൾസെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഞാൻ അതിൻ്റെ തലേന്ന് എടുത്തൊരു വീഡിയോ ഉണ്ടേനും. ഞാൻ ഫുള്ളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനും, പക്ഷേ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ക്യാരറ്റും തക്കാളിയും വട്ടത്തിലരിഞ്ഞ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് അല്ലാത്ത ഭാഗത്ത് മൊസറല്ല ചീസ് ഞാൻ
ചെഡാർ ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലൈസ് ചീസും ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. ഇനി ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കിട്ടും. ഇത് ഞാൻ രണ്ടാക്കുന്നുണ്ട് ഇനി. കാരണം 3 ആൾക്ക് കൊടുക്കണം. ഇനി ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കണേ. അതുകൊണ്ട് പകുതിയാക്കിയിട്ട് ഓരോരുത്തരെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇതുപോലത്തെ ഐറ്റംസിൽ ഉണ്ടാക്കി കൊടുത്താൽ ഓലിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ വെറൈറ്റി ഫുഡാണല്ലോ മക്കൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുക. ഇതിന് നീളത്തിൽ ഒരു ഫിംഗറിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കാം. ഇന്നത് മാത്രമല്ലടോ, ഓലി നമ്മളെ നല്ലോണം പൊക്കുകയും ചെയ്യും. ഉമ്മ അങ്ങനെ ഉണ്ടാക്കും, ഉമ്മ സൂപ്പറാണ്, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയട്ടെ. അത് കേട്ടിട്ട് നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടാവും. പിന്നെ ഒരു സെക്കൻഡ് വേസ്റ്റ് ആക്കൂല. പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് അഭിപ്രായം കേൾക്കേണ്ടിയിട്ട് വേഗം കൊടുക്കും കേട്ടോ. മെയിനായിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അരിയെ തന്നെ വന്ന് നിൽക്കും. ഇവരെ ക്യൂരിയോസിറ്റി ഉണ്ട്, അത് കാണാൻ ഭയങ്കര ഒരു രസം തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ അരിയത്ത് വന്ന് നിൽക്കും എന്നാ നോക്കേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഉണ്ടായത് ഇതൊന്നുമല്ല, അടിയാണ്, നല്ല അസലടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് കുറച്ചൊന്ന് വലിപ്പം കൂടി പോയിക്കാനും ലാസ്റ്റ് ഉണ്ടാക്കിയത്. അത് ഒരാൾ പറഞ്ഞ് എനിക്ക് വേണമെന്ന്. അപ്പോൾ അത് കണ്ടപ്പം അതിനാണ് കൂടുതൽ വലിപ്പമുള്ളത് മറ്റേനും തോന്നി. അപ്പോൾ രണ്ടാളും തുടങ്ങി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ വിട്ടുകൊടുക്കുന്നില്ല, ഒരാൾ വിട്ടുകൊടുക്കണ്ടേ, അതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആർക്കും ഞാനിനി ഉണ്ടാക്കി തരുന്നുമില്ല, ഇനി ഇങ്ങനെ ഒരു എന്താ പറയുക സിമ്പതി തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു മൂത്ത ആളല്ലേ, ഓൾക്ക് കൊടുക്കുക, ഓളല്ലേ കൂടുതൽ കഴിക്കണ്ടേന്ന്. പക്ഷേ ഓള് വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇളയതല്ലേ, ഓൾക്ക് കൊടുക്കുക, ഇനി മൂത്തതല്ലേ. പിന്നെ അവസാനം ഞാൻ 2-3 ചൂടായി. കാരണം 9 മണി കറക്റ്റ് സ്കൂളെത്തിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ 9:15 ആയി കഴിഞ്ഞിട്ടുണ്ട്, 9:20 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചിലർ ചോദിക്കുന്നുണ്ട് ഇനി വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, വീഡിയോ എടുക്കാൻ എനിക്കായിരുന്നു ഇത്ര നേരം, അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു പാഷനായിട്ട് പോകുന്നതുകൊണ്ടാണ്. കുക്കിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം വീഡിയോ എടുക്കലും ആദ്യം എനിക്ക് വീഡിയോ എടുക്കുന്നതൊന്നും അറിഞ്ഞേ കൂടേനും. പക്ഷേ ഇത് എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഹാപ്പി ഉണ്ടാവും, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ജോലി പോലെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ചിലതെല്ലാം കട്ടായി പോവും, എല്ലാം അങ്ങനെ എടുക്കുന്നതെല്ലാം ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവില്ലെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്തോട് കൂടിയിട്ട് ആ ഒരു വ്ലോഗ് അവിടെ വെച്ചിട്ട് കഴിഞ്ഞു. പിന്നെ ഇത് ഇന്നലെ ചെയ്തതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇന്നലെ വൈകുന്നേരം ഓന് ബ്രെഡും മുട്ട ഒന്ന് ബുൾസൈ ആക്കിയിട്ടുണ്ട്. അതിലുള്ള ചോപ്പ് പൊട്ടാണ്ടാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ സ്വതവേ ബുൾസൈ ആക്കി കൊടുക്കൽ. ഇനി ആ ഒരു ബ്രെഡിൻ്റെ അടിയിൽ സോസ് ഇട്ടിട്ട് അന്ന് ടോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഓൻ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യട്ടാ. ഓൻ ഉണ്ടാക്കുന്ന കണ്ടിട്ട് പിന്നെ ഞാനും മക്കളും എല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റാണ് ഓനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് തന്നത് എനിക്ക് തന്നെയാണ്. എനിക്ക് ഓൻ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഇതുപോലത്തെ മാഗി നൂഡിൽസ് അതുപോലത്തെ ഫുഡെല്ലാം ഓൻ ഉണ്ടാക്കും. ചീസെല്ലാം ഇട്ടിട്ട് ചെറുതായിട്ട് മൊസറല്ല ചീസാണ് നേരത്തെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് അരിപ്പയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത് എവിടുന്ന ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടേനും. ഇവിടെ അടുത്ത് എനിക്ക് ചെമ്മീൻ തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മുള്ള് പോലത്തെ മീനാണ് കിട്ടുന്നത്. പിന്നെ ഓപ്ഷന് ഇത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ മേടിക്കാമെന്ന് വിചാരിക്കും. ടൗണിൽ പോയി കഴിഞ്ഞാൽ കുറേ മീനുണ്ടെ കിട്ടും, പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മെല്ലെ ഇങ്ങ് പോരും കേട്ടോ. തിരക്കില്ലാത്തടത്ത് പോയിട്ടാണ് ഞാൻ സാധനം വാങ്ങിക്കൽ. പിന്നെ ഈ ചെമ്മീൻ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കാനോ ഒന്നും പോകില്ല കേട്ടോ. ഓൻ എന്നാ ചെയ്യുന്നത് അതുപോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അത് ബാക്കിയുള്ള മക്കൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. അത് ചേർക്ക് ഇത് ചേർക്കുമെന്ന് പറയുമല്ലോ. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയും. അല്ലാണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ ഇന്ന് ഏത് കുറവുണ്ട്. അല്ലാണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ പിന്നെ എപ്പോഴും ചെയ്യുള്ളൂ. ചെമ്മീൻ മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കല്. പിന്നെ ഞാൻ ഓരോ വീഡിയോ എല്ലാം കണ്ടിട്ടാണ് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കൽ തുടങ്ങിയത്. പിന്നെ ഉമ്മയും പറഞ്ഞിട്ടുണ്ടേനും ഇത് ഒന്നും ആവില്ല, ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞിപ്പത്തിൽ ഞാൻ തൊട്ട് മുന്നത്തെ വ്ളോഗിൽ ബീഫ് കറി ഉണ്ടാക്കിയത് കണ്ടിട്ടില്ലേ, ആ ഒരു കറി ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ പത്തിൽ ചുടാം, ദോശ ചുടാം, കുഞ്ഞിപ്പത്തിലിടാം, അങ്ങനെയാണ്. ഇത് 3ാമത്തെ ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെയും ഞാൻ രാത്രി 10 ചുട്ടിട്ടുണ്ടേനെ. ആ ഒരു വ്ളോഗ് എടുത്തതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ അതിനൊരു മൂഡില്ല, അവിടെ വെച്ചു. അത് ഇതിൻ്റെ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചതാണ്. നേരത്തെ കാണിച്ചതെല്ലാം അതിൻ്റെ ബാക്കിയായിട്ട് വന്നതാണ്. ബീഫ് ഇട്ടിട്ടുള്ള കുഞ്ഞിപ്പത്തിൻ്റെ റെസിപ്പിയും ഞാൻ ഐ ബട്ടണിൽ ഇടാം. ചിക്കൻ പൊരിച്ചിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേനും, അതും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇപ്പം കാണിക്കുന്നത് ഒരു സ്പെഷ്യലാണ്. ഇങ്ങക്ക് അയൽവാസികളുണ്ടാ? എനിക്കിവിടെ 2-3 അയൽവാസികളുണ്ട്. പോരത്തുനിന്നെല്ലാം എനിക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ട്. പിന്നെ ഇനി ഓണയെല്ലാം വരുന്നതല്ലേ, ഓണത്തിനെല്ലാം എന്തായാലും എനിക്ക് 2 വീട്ടിൽ നിന്ന് തന്നെ സാമ്പാറും ചോറും എല്ലാം കിട്ടും. അത് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അരിയുണ്ടിയാണ്. വലിയ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പുറത്തെ ഏച്ചി കൊണ്ടെത്തുന്നതാണ്. എനിക്ക് അധികം ഹെൽപ്പിനെല്ലാം ഓരാ ഉണ്ടാവല്. അപ്പം വലിയ അരിയുണ്ടിയാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഞാൻ സാധാരണ കുഞ്ഞി അരി
അരിയുണ്ടയാണ് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങല്. പക്ഷേ ഓരുണ്ടാക്കി തരുക വലിയ ഉണ്ടയാണ്. അമ്മനത് കത്തി കൊണ്ട് പകുതിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മെയിനായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ചക്കയെല്ലാം തരും. ഇതിൽ മുന്നേ കൈതച്ചക്ക തന്നിട്ടുണ്ടേനും. പിന്നെ നമ്മൾ അങ്ങോട്ട് പെരുന്നാളായി കഴിഞ്ഞാൽ ബിരിയാണി കൊണ്ട് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അയൽവാസികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ഹെൽപ്പ് അയക്കുന്നത് നമുക്ക് തന്നെയാണ്. നമ്മളെ കുടുംബക്കാരെക്കാടെ കൂടുതൽ നമുക്ക് ഹെൽപ്പിനായിട്ട് എത്തുക അയൽവാസികളാന്ന് പറയുന്നേക്കാം. ശർക്കരയും തേങ്ങയും അരി വറുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അരി നമ്മുടെ റേഷൻ അരിയിലെ അത് വറുത്തിട്ടാണ് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ തേങ്ങയും നല്ലോണം ഇടും. എന്നിട്ട് ഉരുട്ടി എടുക്കുന്നതാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അനിയത്തി നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ ഈ ഒരു അരിയുണ്ട കഴിച്ചോലുണ്ടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ എള്ളുണ്ട, നമ്മൾ എള്ളിനെ കൊണ്ട് ഉണ്ടാക്കുന്നില്ല, അതെല്ലാം കടയിൽ നിന്ന് കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ടേ ഉള്ള ഒരു നൊസ്റ്റാൾജിക് ഐറ്റംസ് ആണ് ഇതെല്ലാം. വൈകുന്നേരം 4 മണിക്കെല്ലാം പണ്ടുള്ള ഉമ്മാമ്മമാരെല്ലാം നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി തരും. ഇപ്പം കാണിക്കുന്ന ഈ ഒരു ഐറ്റം ഞാൻ രാവിലെ കൊഞ്ചൻ ചെമ്മീനെ എടുത്തിട്ടില്ലേ, അതിനെ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ചെമ്മീൻ മസാല ഈ ഒരു ആമീസിൻ്റെ പൊടി കൊണ്ട് മാവ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആക്കി കൊടുത്തതാണ്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതാണ് ആയി കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ബോംബ് ബോണ്ട അങ്ങനെയെല്ലാം പറയും, മസാല ബോണ്ട എന്നെല്ലാം പറയും. ഈ ഒരു സാധനം സൂപ്പറാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല, മറന്നുപോയി. പിന്നെ അതിനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ലേനും. കഴിഞ്ഞ വ്ളോഗ് കാണിച്ച കദളിപ്പായ മൊത്തത്തിൽ പഴുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ബാക്കി ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടേനും, ഗസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടേനും. ഇൻഷാ അല്ലാ. അപ്പോൾ പുതിയ റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, മസ്സലാമ.